UDF യുവജന സംഘടനകൾ മന്ത്രി AK ശശീന്ദ്രന്റെ കോലം കത്തിച്ചുള്ള പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ദിലീപ് കുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് നിലമ്പൂരിൽ നിന്ന്. ദിലീപ് കുമാർ, ഈ വനമന്ത്രിയുടെ ഈ ആരോപണത്തിന് പിന്നാലെ, ആ പരാമർശത്തിന് പിന്നാലെ വലിയ പ്രതിഷേധമുയരുന്നു. ഇപ്പോഴിതാ UDYF പ്രവർത്തകർ മന്ത്രിയുടെ കോലം കത്തിച്ചുള്ള പ്രതിഷേധം, അതിന്റെ ദൃശ്യങ്ങൾ കാണാം. വിവരങ്ങൾ ദിലീപ് കുമാർ. റിജിത്ത്, വഴിക്കടവ് വെള്ളക്കട്ടയിൽ 15-കാരൻ അനന്തു ഷോക്കേറ്റ് മരിച്ച സംഭവം രാഷ്ട്രീയ ഗൂഢാലോചന എന്ന തരത്തിൽ വനമന്ത്രി AK ശശീന്ദ്രൻ നടത്തിയ അഭിപ്രായ പ്രകടനത്തിനെതിരെയാണ് UDYF പ്രവർത്തകർ നിലമ്പൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തിയതും വനമന്ത്രി AK ശശീന്ദ്രന്റെ കോലം കത്തിച്ചതും. വനമന്ത്രിയുടേത് നിരുത്തരവാദപരമായ പ്രസ്താവനയാണ്. ഒരു 15-കാരന്റെ ദാരുണ മരണം പോലും രാഷ്ട്രീയ മുതലെടുപ്പിന് വനമന്ത്രി ഉപയോഗിക്കുകയാണെന്നാണ് ഈ പ്രതിഷേധ സമരത്തെ അഭിസംബോധന ചെയ്തവർ പറഞ്ഞത്. സന്ദീപ് വാര്യർ, നജീബ് കാന്തപുരം MLA തുടങ്ങിയവർ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു. വലിയ പ്രതിഷേധം വരും നാളുകളിൽ വനമന്ത്രി AK ശശീന്ദ്രന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുമെന്ന കാര്യവും ഈ നേതാക്കൾ തങ്ങളുടെ പ്രസംഗത്തിൽ പറഞ്ഞു. ഇപ്പോൾ UDYFന്റെ പ്രതിഷേധ പ്രകടനം നിലമ്പൂർ ടൗണിൽ അവസാനിച്ചിരിക്കുകയാണ്. വനമന്ത്രി AK ശശീന്ദ്രന്റെ കോലം കത്തിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധ പ്രകടനം അവസാനിച്ചത്. കോലം കത്തിച്ചതിന് ശേഷം ഇപ്പോൾ പ്രവർത്തകർ കോലത്തിന് ചുറ്റും കൂടി മുദ്രാവാക്യം മുഴക്കുകയാണ്. റീജിത്ത്. ദിലീപ് കുമാർ, ഈ ഗുരുതരാരോപണം 24-ലൂടെ വനമന്ത്രി ഉയർത്തിയതിന് പിന്നാലെ 2 തവണ ഇന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു. ആ 2 സമയത്തും അദ്ദേഹം നേരത്തെ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇത് ഈ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് അങ്ങനെ ഒരു ഗൂഢാലോചന സംശയിക്കണം, അത്തരത്തിലുള്ള ചില ശ്രമങ്ങൾ ഉണ്ടായി. അരമണിക്കൂറിനകം UDF ഒരു വലിയ പ്രകടനം സംഘടിപ്പിച്ചു. അദ്ദേഹം ആ പരാമർശത്തിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് ഈ പ്രതിഷേധങ്ങൾക്കിടയിലും. ദിലീപ് കുമാർ. റിജിത്ത്, ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് UDF പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധ പ്രകടനം ഉണ്ടായത്. രാത്രി ഏതാണ്ട് 8:30യോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. 9 മണിയോടുകൂടി ഈ കുട്ടികളെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് UDF നേതാക്കളൊക്കെ ഇവിടേക്ക് എത്തി. LDFന്റെ നേതാക്കളും ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു. 11 മണിയോടുകൂടി UDF പ്രവർത്തകർ അവരുടെ പ്രതിഷേധം നിലമ്പൂർ ടൗണിലെ സംസ്ഥാന പാതയിലേക്ക് മാറ്റി. 1 മണിക്കൂറോളം ഇവിടെ റോഡ് ഉപരോധിക്കുന്ന സ്ഥിതിയുണ്ടായി. പോലീസും UDF പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി. അങ്ങനെ ആ പ്രതിഷേധ സമരം നടക്കുമ്പോഴാണ് അതുവഴി വന്ന CPIM PB അംഗം A വിജയരാഘവനെ UDF പ്രവർത്തകർ തടയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അത് ഒരു സംഘർഷത്തിലേക്ക് പോകുമോ എന്ന ഭീതി ഉണ്ടായിരുന്നു. ഏതായാലും മുതിർന്ന നേതാക്കൾ ഇടപെട്ടൊക്കെ രംഗം ശാന്തമാക്കി. ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഇതൊരു ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ നിലമ്പൂർ വനമേഖല, നിലമ്പൂർ മണ്ഡലം എന്ന് പറയുന്ന നിലമ്പൂർ നഗരസഭയും 7 പഞ്ചായത്തുകളും ഈ വന്യമൃഗ ശല്യത്താൽ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഇവിടുത്തെ ജനങ്ങൾ നിരവധി തവണ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അടുത്ത കാലത്ത് തന്നെ ഒരു റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയെ, കരുളായിയിലെ അടയ്ക്കാക്കുണ്ടിൽ ഗഫൂർ എന്ന റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ കടിച്ചു കൊന്നിരുന്നു. ഈ കടുവയെ പിടികൂടുന്നതിന് വെച്ച കൂട്ടിൽ പുലി വീണ സംഭവവും നിലമ്പൂരിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വന്യമൃഗ ശല്യത്താൽ വീർപ്പുമുട്ടുന്ന ഈ പഞ്ചായത്തുകൾ അടങ്ങിയ 7 പഞ്ചായത്തുകൾ അടങ്ങിയ നിലമ്പൂർ മണ്ഡലം, ആ മണ്ഡലത്തിൽ സ്വാഭാവികമായും ഇതൊരു തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ UDF നേതാക്കൾ അവരുടെ ഈ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നു. LDF നേതാക്കൾ അതിനെ പ്രതിരോധിക്കുന്നു. രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമമാണ് UDFന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. വസ്തുതകൾ അറിഞ്ഞിട്ടും അത് രാഷ്ട്രീയ മുതലെടുപ്പിന് UDF ഉപയോഗിക്കുകയാണെന്നാണ് LDF നേതാക്കളുടെ ആരോപണം. LDF കൺവീനർ TP രാമകൃഷ്ണനാകട്ടെ ഇക്കാര്യത്തിൽ വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കൂടി ഉണ്ടോ എന്ന കാര്യം പരിശോധിക്കണമെന്ന് 24-നോട് പറയുകയും ചെയ്തു. കാരണം അടുത്ത കാലത്ത് തന്നെ സമാനമായ രീതിയിൽ മറ്റൊരാൾ അവിടെ ഒരു തെങ്ങുകയറ്റ തൊഴിലാളി ഈ വഴിക്കടവിൽ തന്നെ മരണമടഞ്ഞിരുന്നു. പന്നിക്ക് വെച്ച കെണിയിൽ കുടുങ്ങി. അത്തരത്തിൽ ഇങ്ങനെ സംഭവങ്ങൾ ആവർത്തിക്കുന്നു. അങ്ങനെ ആ സംഭവങ്ങൾ ആവർത്തിക്കുന്നതിൽ വൈദ്യുതി വകുപ്പിന് എന്തെങ്കിലും വീഴ്ചയുണ്ടോ എന്ന കാര്യം അന്വേഷിക്കണം എന്ന കാര്യം കൂടി LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഇപ്പോൾ ഈ വിഷയമാണ് പ്രധാനമായും ചർച്ചയാകുന്നത്. റീജിത്ത്. ശരി, ദിലീപ് കുമാർ നിലമ്പൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. വൈദ്യുതി കെണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിന് പിന്നാലെ, വനമന്ത്രിയുടെ പ്രതികരണത്തിന് പിന്നാലെയൊക്കെ UDFന്റെ പ്രതിഷേധം കൂടുതൽ ശക്തമാവുകയാണ്. UDF യുവജന സംഘടനകൾ മന്ത്രി AK ശശീന്ദ്രന്റെ കോലം കത്തിച്ചു. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ചെറിയൊരു ഇടവേളയിലേക്ക് പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്തും. ഷോർട്ട് ബ്രേക്ക്.